നിമ്മി നിമ്മി എന്താ അമ്മേ? എന്തിനാ അമ്മയെ വിളിച്ചു പോകുന്നേ? ഈ ഡിപ്പെൻഡൻറ്റിനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ അടിവസ്ത്രങ്ങളൊന്നും ഈ പരസ്യമായിട്ട് ഇങ്ങനെ ഇട്ടേക്കരുതെന്ന്. അത് പിന്നെ അത് ഉണങ്ങണ്ടേ, അതിനാണത് വിരിച്ചിട്ടത്. ഇടി നാട്ടുകാർ കാണുന്ന രീതിയിലാണോ ഇന്നർ വെയറൊക്കെ അലക്കിയിടുന്നേ? ഇത് പോയി കാണുന്നത് വഴിയാ, എന്തോരം ആൾക്കാർ നടന്നു പോകുന്നയാ. നിന്റെ ഈ സാധനങ്ങളൊക്കെ ഇവിടെയാണോ തൂക്കിയിട്ടേക്കുന്നേ? അമ്മ, ഇന്നർ വെയറൊക്കെ നല്ലോണം വെയിൽ കൊണ്ട് ഉണങ്ങേണ്ട സാധനങ്ങളാണ്, അല്ലാണ്ട് അത് കൊള്ളില്ല. അമ്മയെ കൊണ്ട് ഉള്ളിൽ അലക്കി ഇട്ടിട്ട് കിട്ടുന്ന ഗുണമൊക്കെ എൻ്റെ പൊന്നുമോക്ക് മതി. മേലാൽ ഇമാതിരി പണി കാണിച്ചേക്കരുത്. കാണിച്ച തോടെ അടിച്ച് പൊട്ടി ഞാൻ. ഇത് കണ്ടോ? നീ എന്തിനാ ഈ റൂം അടച്ചിട്ടിരിക്കുന്നേ? അമ്മ, ഞാൻ പഠിക്കുമായിരുന്നു, അതാ ഞാൻ അടച്ചിട്ടേ. പഠിക്കുന്നതിന് റൂം അടച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, നിന്റെ ഫോൺ അവിടെ ദേ ഇരിക്കുന്നു. എന്താ? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ റൂം അടച്ചു വെച്ചിട്ട് ഫോണും കയ്യിൽ വെച്ചിട്ട് പഠിക്കരുത്. ഇവിടെ നീ എന്ത് ചെയ്യാന്ന് ദൈവത്തിനറിയാം. എൻ്റെ അമ്മ എന്തോ മിക്സിയിൽ അരച്ചോണ്ടിരിക്കുമായിരുന്നു, അപ്പം അതിൻ്റെ സൗണ്ട് കാരണം ഞാൻ വാതിലടച്ചിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചേ. അമ്മയ്ക്കിതെന്താ? മിക്സിയുടെ സൗണ്ടൊക്കെ എപ്പോഴേ ഓഫായി മോളെ. റൂം അടച്ചിരുന്ന് ഈ ഫോണും കയ്യിൽ വെച്ചിട്ടുള്ള പഠിത്തമൊന്നും വേണ്ട. ആ ഫോണും തന്നെ ഫോണില്ലാണ്ടൊക്കെ പഠിച്ചാൽ മതി. എന്നാ അല്ല, ഈ ഫോണിൽ ആരാ ലോക്കിട്ടെ? അത് ഞാൻ തന്നെയാ ലോക്കിട്ടെ. എന്താ? എൻ്റെ മോൾക്ക് ഓർമ്മയില്ലേ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിനക്ക് ഫോൺ മേടിച്ചു തന്നെ എന്തിനാണെന്നറിയാവോ? നിൻ്റെ വാട്സപ്പിൽ കോളേജ് ഗ്രൂപ്പിൽ എന്തൊക്കെയോ നോട്ട്സ് അയക്കുമെന്നോ, അത് നിനക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ നിനക്ക് ഫോൺ മേടിച്ചു തന്നെ. നിനക്ക് ഫോൺ തരാൻ ഒരാഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നില്ല, എന്നിട്ടും ഇതൊക്കെ മേടിച്ച് തന്നെ പഠിക്കുന്നതിൻ്റെ ആവശ്യത്തിനാണ്. അപ്പോൾ ഈ ലോക്ക് ഇടേണ്ട ആവശ്യം നിനക്ക് എന്തുവാ? അതിന് കള്ളത്തരം ഉണ്ടല്ലോ. അമ്മ, ഈ ഫോണിൽ ലോക്കൊന്നും ഇല്ലാതെ ഇരുന്നത് ഒട്ടും സെക്യൂർഡ് ആയിരിക്കില്ല, ആർക്കും വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ലോക്ക് കിട്ടുന്നുള്ളൂ. എല്ലാ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടടി മോളെ. നിൻ്റെ ഈ ചാട്ടമൊക്കെ എങ്ങോട്ടാന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം. നിൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞാൽ ഞാനും വന്നേ കേട്ടോ. നിൻ്റെ ഈ മനസ്സിൻ്റെ ചാച്ചാട്ടമൊക്കെ എനിക്ക് മനസ്സിലാവും. ആവശ്യമില്ലാത്ത ഈ ഫോണിൽ ലോക്ക് ഇട്ടിട്ടുള്ള സെക്യൂരിറ്റി ഒന്നും അത്രയ്ക്കൊന്നും വേണ്ട. അല്ലാണ്ട് അങ്ങ് പോവുകയാണെങ്കിൽ അങ്ങ് അടിച്ച് പോട്ടെ. മര്യാദയ്ക്ക് ഈ ഫോണിൽ ലോക്ക് മാറ്റിയിടുങ്ങ തന്നെ. അമ്മ, എന്താ അമ്മ ഇങ്ങനെ? എന്നോട് മാത്രം എന്തിനാണ് ഇങ്ങനത്തെ ഒരു ബിഹേവിയർ? ചേട്ടനോട് ഇതൊന്നും ഇല്ലല്ലോ. ചേട്ടൻ എപ്പോൾ വേണമെങ്കിലും റൂം അടച്ചിരിക്കാം, വാതിൽ കുറ്റിയിട്ടിട്ട് രാത്രി കിടന്നുറങ്ങാം, ഫോൺ ചേട്ടൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ ഫോൺ ഉപയോഗിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പുറത്തിറങ്ങി നടക്കാൻ ഇഷ്ടമുള്ള സമയത്ത് എന്ത് വേണേലും ചെയ്യാം. എന്നോട് മാത്രം ഇത്തിനാണ് ഈ ആവശ്യമില്ലാത്ത റെസ്ട്രിക്ഷനൊക്കെ. അവനെ ആൺകുട്ടിയാ, നീ പെണ്ണും. അവനെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ നിന്നെ നല്ലോണം ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നുമില്ല. കണ്ണും കാതും കൂർപ്പിച്ച് വേണം ജീവിക്കാൻ. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നീ മനസ്സിലാവണമെങ്കിൽ നീ നാളെ കല്യാണം കഴിഞ്ഞ് എനിക്ക് നീ ജനിച്ചത് തൊട്ട് നിനക്കൊരു പെൺകുട്ടി ജനിക്കണം. അപ്പം നിനക്ക് മനസ്സിലാവും ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അല്ലെങ്കിൽ ഇങ്ങനെ വായ്ത്താളം പോലെ വർത്തമാനം പറയാൻ അറിയുള്ളൂ. മര്യാദയ്ക്ക് ഈ ഫോണിൻ്റെ ലോക്ക് ഇങ്ങോട്ട് തന്നെ മാറ്റി തന്നെ. ലോക്ക് വെച്ചേക്കുന്നു. വാതിൽ തുറന്നിട്ട് പഠിച്ചാൽ മതി കേട്ടാ. ഇതാടി ഇത് ഇത്ര ചിരിച്ചിട്ടൊക്കെ കയറി വരുന്നേ? ഒന്നും പറയണ്ടമ്മേ, വിമലേട്ടനെ ഓരോ തമാശ പറഞ്ഞിട്ട് ഞാനങ്ങ് ചിരിച്ചു നിന്ന് പോയതാ. ഇന്നൊരു ഫണ്ണിയാ പുള്ളി. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, രാഹുലിൻ്റെ ഓരോ ഫ്രണ്ട്സ് കയറി വരുമ്പോൾ അവിടെ വായ പൊളിച്ച് പോയി നിൽക്കരുതെന്ന്. നിനക്കൊരു ബോധമില്ല കൊച്ചേ? അതിനിപ്പോൾ എന്താ അമ്മേ? അവരൊക്കെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് അല്ലേ. എനിക്ക് എൻ്റെ ചേട്ടൻ്റെ വോട്ട് തന്നെയാണ് അവരെല്ലാവരും. അപ്പോൾ അവരോടിപ്പോൾ സംസാരിക്കണതിന് ഇപ്പം എന്താ? എടി 20 വയസ്സായി നിനക്ക്, ചെറിയ ഉള്ള കൊച്ചൊന്നും അല്ല നീ. എടി അവൻ്റെ ഫ്രണ്ട്സ് ഒരുവിധം നല്ല പിള്ളേരൊക്കെ തന്നെ, എനിക്ക് അറിയാവുന്നവരൊക്കെ നല്ല പിള്ളേർ തന്നെയാണ്. പക്ഷേ ഏതിൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. നീ അവിടെ പോയിട്ട് ഈ വിളിച്ചോണ്ട് കൊഞ്ചിക്കൊണ്ട് നിൽക്കിട്ടുള്ള വർത്താനം നീ ഇനി വേണ്ട കേട്ടോ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? അമ്മ ഇത് ഏത് കാലത്ത് ജീവിക്കണമെന്ന് നല്ല ബോധമുണ്ടോ? എൻ്റെ മോളെ, എനിക്ക് ആവശ്യത്തിന് ബോധവും വിവരമൊക്കെ നല്ലോണം ഉണ്ട്. അതുള്ളത് കൊണ്ടാണ് നിനക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. നീ ഒരു പെൺകുട്ടിയാണ്, അതിനനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ മതി. ഈ അന്യപുരുഷന്മാരുടെ അടുത്ത് ഒത്തിരി അങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞിട്ടുള്ള സംസാരവും ചിരിയും കളിയും ഒന്നും വേണ്ട കേട്ടോ. അതൊക്കെ നീ വീടിനുള്ളിൽ മാത്രം മതി. ചിരിയും കളിയൊക്കെ കേട്ടോ. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി. അല്ല, നീ ഈ വേഷം ഇട്ടുകൊണ്ടാണ് അവിടെ പോയി ഇത് വർത്തമാനം പറഞ്ഞു കൊടുത്തേ? ഈ വേഷത്തിന് ഇപ്പം എന്താ പ്രശ്നം? നല്ല ഡ്രസ്സല്ലേ? നിന്നെ കൊണ്ട് എടി, നിൻ്റെ അടുത്തൊന്നും നാവ് കൊണ്ടല്ല വർത്താനം പറയേണ്ടത്, കൈ കൊണ്ട് ഒരെണ്ണം തന്നിട്ടാണ് സംസാരിക്കേണ്ടത്. എടി നീ നിൻ്റെ പ്രായം മറന്നിട്ടുള്ള നിനക്കൊരു ബോധവും ഇല്ലേ പെങ്കൊച്ചേ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കൊരു ഷോളെങ്കിലും എടുത്തിട്ട് നിന്നിട്ട് അവിടെ നിന്ന് സംസാരിക്കാൻ മേലായിരുന്നോ? എൻ്റെ അമ്മ, ഈ ഡ്രസ്സിന് ഒരു കുഴപ്പമില്ല. അമ്മ വെറുതെ തല പോയിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. എടി നമ്മുടെ ശരീരത്തിനനുസരിച്ച് തുണിയിട്ടിട്ട് വേണം നടക്കാൻ. നീ വീടിനുള്ളിലെ പോലല്ല, അത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിനക്കൊരു ബോധമില്ലേ? ഇനി മേലെ ഇമ്മാതിരി പണി കാണിച്ചാട്ടല്ലോ. ഓണം കിട്ടും. എടി, ഇതെന്നാ
എന്താടി ഇത് എന്നാ നീ ഓർഡർ ചെയ്ത് വെച്ചേക്കണേ? അത് ഞാൻ മനുവേട്ടൻ്റെ കല്യാണത്തിന് ഓർഡർ ചെയ്ത ഡ്രസ്സാ അമ്മ. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടല്ലേ ഓർഡർ ചെയ്തേ. എന്താ? നീ എന്നോട് പറഞ്ഞിട്ടൊക്കെയാ ഓർഡർ ചെയ്തേ, പക്ഷെ കൈയില്ലാത്ത ടോപ്പാ നീ എന്നോട് പറഞ്ഞായിരുന്നോ? അമ്മ അതാ മോഡൽ ഡ്രസ്സ്, സ്ലീവ്ലെസ്സാ ഭംഗി, അതാ ഞാൻ. എടി നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു തന്നില്ലടി പോത്തെ. എടി നിനക്ക് ഈ നാട്ടുകാരെ കഷ്ടം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള തുണി മാത്രമേ നിനക്ക് ഇഷ്ടമുള്ളൂ. അതിനവിടൊക്കെയാണ് എൻ്റെ പൊന്നുമോക്ക് താല്പര്യം. നമ്മുടെ ശരീരത്തിനനുസരിച്ചുള്ള തുണി ഇടണം, അല്ലാണ്ട് നാട്ടുകാരെ കാണിക്കാനല്ല തുണി ഇടുന്നത്. ഇതിന് മര്യാദയ്ക്ക് ഇപ്പം തന്നെ റിട്ടേൺ കൊടുത്തോ. കൊടുക്ക്. ഇല്ല, ഞാൻ കൊടുക്കില്ല. നീ കൊടുക്കില്ല അല്ലേ? നീ മര്യാദയ്ക്ക് റിട്ടേൺ കൊടുത്തോ, അല്ലെങ്കിൽ ഞാനിത് ഇപ്പം കത്തിച്ച് കളയും. പൈസ പോയാലും വിടില്ല. അമ്മ ഇത് എന്താ അമ്മേ? ഞാനൊരു മനുഷ്യനാണ്, എന്നെ എന്തിനാ ഇങ്ങനെ കൂട്ടിലിട്ട തത്തയെ പോലെ വളർത്തുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മ. ഈയിടെയായിട്ട് ഭയങ്കര ബോറാണ്. ഒരു സ്വാതന്ത്ര്യം ഇല്ലാണ്ട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത്, നീ പെൺകുട്ടിയാണ്, മുരുകൻ റെഡിയാൻ പാടില്ല, സ്ലീവ്ലെസ് ഇടാൻ പാടില്ല, ആ ഡ്രസ്സ് ഇടാൻ പാടില്ല, ഈ ഡ്രസ്സ് ഇടാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്. എനിക്കിത് കേട്ട് മടുത്തു മനുഷ്യൻ. എനിക്കിത് എൻ്റെ വീടല്ലേ, എനിക്ക് ഇവിടെയെങ്കിലും കുറച്ച് സ്വാതന്ത്ര്യം താമേ. അമ്മ എന്താ ഇങ്ങനെ? ചേട്ടൻ ഇങ്ങനത്തെ അച്ചടക്കം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഈ പഠിപ്പിക്കലും കാര്യങ്ങളൊന്നും അമ്മയ്ക്കില്ല. എൻ്റെ മോളെ, നീ നിൻ്റെ ചേട്ടൻ്റെ കൂട്ടാണോ? അവനൊരു ആൺകുട്ടിയല്ലേ, അവനോടിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാണത്? ഇടി നീ പെങ്കൊച്ചാണ്, നിനക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരണം. നിനക്കിതൊക്കെ പറഞ്ഞു തരുന്നത് നല്ലതിന് വേണ്ടിയാ, നിൻ്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടി, അല്ലെങ്കിൽ നീ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയല്ലേ അമ്മ ഇതൊക്കെ പറഞ്ഞു തരണേ. എടി നല്ലത് പറഞ്ഞു തന്നാലും നിനക്ക് മനസ്സിലാവാൻ വേണ്ടി തിരിച്ച് ഈ അഹങ്കാരം പറയാൻ മാത്രമേ നിനക്ക് അറിയുള്ളൂ. അമ്മ പറയുന്നതിനനുസരിച്ച് ഒരു വാക്ക് അങ്ങോട്ട് മറുത്ത് പറയാണ്ട് എല്ലാം ഞാൻ അതിനനുസരിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല കുട്ടി, എന്തെങ്കിലും തിരിച്ച് പറയാൻ വന്നു കഴിഞ്ഞപ്പോൾ അഹങ്കാരി അല്ലേ? അമ്മ ഇതൊന്നും എൻ്റെ നിലയിലല്ല, ഞാൻ ശരിക്കും ഒരു തടവറയിലാണ്. അമ്മ പറയുന്നതിനനുസരിച്ച് ഇത്രയും കാലം ഞാൻ ജീവിച്ചു, എനിക്ക് മടുത്തു. എനിക്കും വേണം ഒരു എനിക്കുണ്ടൊരു മനസ്സ്. എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ കാര്യങ്ങളും, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, ഇതൊന്നും മനസ്സിലാക്കാണ്ട് പോയതാണ് അമ്മയുടെ തെറ്റ്. അമ്മ ഇതൊന്നും എന്നോടുള്ള സ്നേഹമോ കെയറിങ്ങോ ആയിട്ട് അമ്മ ചെയ്യുന്നതല്ല. ഇതെനിക്കൊരു സത്യം പറഞ്ഞാൽ എനിക്കൊരു അടിമത്തം പോലെ ഫീൽ ചെയ്യണത്. ഞാൻ അത്ര ചെറിയ കുട്ടിയാണോ? 10-20 വയസ്സായില്ലേ എനിക്ക്? എൻ്റെ അമ്മ, എനിക്കും ഉണ്ടമ്മ ഇഷ്ടങ്ങൾ, എനിക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്നും അല്ലെങ്കിൽ പല രീതിയിലും ഡ്രസ്സ് ധരിക്കണമെന്നും പല കാര്യങ്ങളുണ്ട്. മോശമായിട്ടല്ലെങ്കിലും എനിക്കുമില്ല ആഗ്രഹങ്ങൾ. അമ്മ എന്താ ഇങ്ങനെ? ഞാൻ ശരിക്ക് ഒരു കൂട്ടിലിട്ട തത്തയാണ്. അമ്മ ഇങ്ങനെ എന്നെ വളർത്തുന്നതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, എനിക്ക് അമ്മയോടൊരു കണക്ഷൻ പോലും ഇല്ല. എനിക്ക് എന്തെങ്കിലും നാളെ ഒരു പ്രശ്നം വന്ന് അമ്മയുടെ അടുത്ത് എനിക്ക് വന്ന് പറയാൻ പറ്റുമോ? ഇതിനുള്ള ഫ്രീഡം ഉണ്ടോ? എനിക്ക് പേടിയാണ് അമ്മേനെ.